നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്ന വേദഭാഗം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ, 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നാം കാണുവാൻ പോകുകയാണ്. 13-ാമത്തെ വാക്യം: സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുകയും ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സത്പ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുകയും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം ഉണ്ടാതാക്കണമെന്ന് ദൈവ ഇഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടക്കുകയും എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നിന്നാണ് തുടർച്ചയായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2-ാം അധ്യായം തുടങ്ങുന്നത് പ്രവാസികളായ ഇവരോട് പ്രത്യേകം പറയുകയാണ്: സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്ന് പറയുകയാണ്. അതിനുശേഷമായി അവരെ പ്രധാനമായും റിമൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ ജീവനുള്ള കല്ലുകളായി അവന്റെ അടുക്കൽ വന്നിട്ട് ഒരു മന്ദിരമായി പണിയപ്പെടുകയാണ്. അതിന് പ്രത്യേകം എടുത്തു പറയുന്നത് നിങ്ങൾക്ക് അമാന്യതയുണ്ട്. നിങ്ങളെ വിളിച്ചത് ആത്മീയ യാഗം കഴിക്കുവാനാണ്. ആത്മീയ യാഗം കഴിക്കുവാനൊക്കെ വിശുദ്ധ പുരോഹിതന്മാർ ആകുവാനായി നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പ്രത്യേകാലുള്ള ഭാഗം: നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ ഗുണം തിരഞ്ഞെടുപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നതെന്ന് പഠിപ്പിക്കുക. ഇത് പഠിപ്പിച്ചതിന് ശേഷമായി ഇത് നമ്മുടെ സ്പിരിച്വൽ പൊസിഷനെ കാണിക്കുക, ആത്മീയമായ നമ്മുടെ അവസ്ഥയെ കാണിക്കുക. എന്നാൽ 11-ാം വാക്യം തൊട്ടാൽ വളരെ പ്രായോഗികമായ രീതിയിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ താൻ സൂചിപ്പിക്കുകയാണ്. 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജനമോഹങ്ങളെ വിട്ടകുന്ന നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്നാ പറയും. അപ്പം പ്രായോഗിക ജീവിതത്തിലെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, അതിനെക്കുറിച്ച് പത്രോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയുന്നത്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളായ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കടമകളുണ്ട്. അതാണ് ഈ ഭാഗം 13-ാം വാക്യം തൊട്ട് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വരെ നമ്മൾ കാണുന്നു. ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് പുതിയ നിയമ വിശ്വാസികൾക്ക് പത്രോസും പൗലൂസും കൊടുത്ത ഹൗസ് ഹോൾഡ് കോഡ് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കൊലോസ് ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം തൊട്ട് 4-ാം അധ്യായം 1-ാം വാക്യം വരെയും, എഫെസ് ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം തൊട്ട് 6-ാം അധ്യായം 9-ാം വാക്യം വരെയും, 1 പത്രോസ് നമ്മൾ ഈ കണ്ട വേദഭാഗം 2-ാം അധ്യായം 13 തൊട്ട് 3-ാം അധ്യായം 7-ാം വാക്യം വരെയും നമ്മൾ ഹൗസ് ഹോൾഡ് കോഡ് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട കോഡ് ഓഫ് എത്തിക്സ് എങ്ങനെയാണ്, ഇത് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും വളരെ വ്യക്തമായി ക്രൈസ്തവ സഭയ്ക്ക്, ദൈവസഭയ്ക്ക് അത് പഠിപ്പിച്ചിരിക്കുകയാണ്. താൻ പറയുന്നത് ഭാര്യമാരോട് പറയുന്നുണ്ട്, അവർ പറയുന്നത് ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്,
സ്ലേവ്സിനോട്, ദാസന്മാരോട് പറയുന്നുണ്ട്, യജമാനന്മാരോട് പറയുന്നു. അപ്പം എല്ലാ തലത്തിലുമുള്ള എല്ലാ ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ ലേഡറിലുമുള്ള ആളുകളോട് സംസാരിക്കുവാനുണ്ട്. നിങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട് ഇങ്ങനെയായിരിക്കണം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തില് നമ്മളത് കാണുന്നുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായം ഞാൻ പറഞ്ഞതുപോലെ 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, 3-ന്റെ-18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അവിടെ കാണുന്നു ആദ്യമായിട്ട് ഭാര്യമാരോടാണ് സംസാരിക്കുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുകയും. അതിനുശേഷം ഭർത്താക്കന്മാരോട് പറയുന്നു, മക്കളോട് പറയുന്നു, യജമാനന്മാരോട് പറയുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം കൂടെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. 13-ാം വാക്യത്തിലും അത് കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? 5-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 5-ന്റെ 22 തൊട്ടുള്ള വാക്യങ്ങൾ, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. അതിനുശേഷം അതിന്റെ താഴെ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ മക്കളോട് പറയുന്നുണ്ട്. 6-ന്റെ 5 തൊട്ട് ദാസന്മാരോട് പറയുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തിലൊക്കെ യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവരുടെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവീരെന്ന് പറയും. അപ്പം സമൂഹത്തിലുള്ള എല്ലാ സ്ട്രാറ്റിയിലും പെട്ട എല്ലാ ഗണത്തിലും പെട്ട ആൾക്കാരോടൊക്കെ ദൈവത്തിന്റെ വചനത്തിന് സംസാരിക്കാൻ അവരുടെ കോഡ് ഓഫ് കോണ്ടക്ട്. നമ്മൾ തൊട്ടു മുന്നേ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ കൊണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ അതിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ഹെവൻലി സിറ്റിസൺസ് ആണ്, പരദേശികളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും അതേ സമയത്ത് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ചില പ്രത്യേകതകളുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി തുടർന്ന് കാണുവാൻ പോകുന്നത്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത്, സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുമേ. അതുപോലെ തന്നെ അതിന്റെ 18-ാം വാക്യം, വേലക്കാരെ പൂർണ്ണ ഹൃദയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കൂടെ കീഴടങ്ങിയിരിപ്പീരെന്നാ പറയും. മൂർഖന്മാർക്കൂടെ കീഴടങ്ങിയിരിപ്പീരെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെയും കീഴടങ്ങുക. 3-ാം അധ്യായം 1-ാം വാക്യം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. സബ്മിഷൻ എന്നൊരു പദമാണ് ഈ 3 പദത്തിൽ കാണും. സബ്മിസീവ്, തന്നെത്താൻ കീഴടങ്ങുക. ഈ 3 ഭാഗത്തും കീഴടക്കുകയല്ല, കീഴടങ്ങുകയാണ്. സബ്മിസീവ് ടു വൺ സെൽഫ്, തന്നെത്താൻ കീഴടങ്ങിയിരിക്കുക. അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. സബ്മിസീവ് ടു വൺ സെൽഫ്. സബ്മിഷൻ ഇസ് എ കീവേഡ്. സബ്മിഷൻ ടു വൺ സെൽഫ് മറക്കാൻ പാടില്ല. എന്തുകൊണ്ട് നാം തന്നെത്താൻ സബ്മിസീവ് ആകണം? ഇവിടെ പറയുന്ന 3 ഗ്രൂപ്പ്, ഒന്ന്, നാം ലോകത്തിന്റെ നിയമത്തിന് കീഴടങ്ങണം. 2, യജമാനന്മാർക്ക് കീഴടങ്ങണം. 3, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. കീഴടക്കുകയല്ല, കീഴടങ്ങുകയാണ്. വായ് അവിടെ ഒരു പദം കാണുന്നുണ്ട്. 13-ാം വാക്യത്തിന്റെ
ഒരു പദം, കർത്താവിൻ നിമിത്തം. കർത്താവ് നിമിത്തം കീഴടങ്ങുക. അപ്പം കീഴടങ്ങുന്നതിന്റെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർത്താവ് നിമിത്തമാണ്. കർത്താവ് നിമിത്തം കീഴടങ്ങുക, കർത്താവിന്റെ നാമനിമിത്തം. Therefore, submit yourselves to every ordinance of man for the Lord's sake. കർത്താവിന്റെ നിമിത്തം, Lord's sake. ഇവിടെ ഇന്ന് കാണുന്ന ഭാഗം സബ്മിഷൻ ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് നമ്മൾ കീഴടങ്ങുക. നമ്മൾ റബലിയസ് അല്ല. നമ്മളിത് പഠിക്കുമ്പോൾ പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നീറോയുടെ പീഡനത്തിന് ശേഷം അല്ലെങ്കിൽ പീഡനത്തിന് തൊട്ട് മുമ്പായി അതോ അതിനടുത്തോ എഴുതിയ പുസ്തകമാണ് പത്രോസിന്റെ ലേഖനം. തനിക്ക് തന്റെ ആത്മാവിനാൽ തനിക്ക് മനസ്സിലായി ഇനി വലിയ ഒരു പീഡനം വരിക. അതിനുശേഷം ഡൊമീഷ്യൻ ചക്രവർത്തിയും അതിനുശേഷമുള്ള ചക്രവർത്തിമാരും എല്ലാം ക്രൈസ്തവരെ പീഡിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എംപറർ വർഷിപ്പ്. ഇവിടെ ക്രൈസ്തവ സഭ വിളിച്ചു പറയുന്നത്, ദൈവസഭ വിളിച്ചു പറയുന്നത്, ജീസസ് ഈസ് ഗോഡ് ആൻഡ് ജീസസ് ഈസ് ദ ഓൺലി ലോർഡ് എന്ന് വിളിച്ചു പറയുമ്പോൾ, നീറോയുടെ കാലത്ത് തൊട്ട് തുടങ്ങി അത് ഡൊമീഷ്യന്റെ കാലത്ത്, അതായത് AD 95 ആയപ്പോഴത്തേക്ക് എന്റെ മൂർധന്യതയിലേക്ക് വരികയാണ്. ട്രാജന്റെ കാലത്തൊക്കെ അത് ഭയങ്കരമായിട്ടത് വ്യാപിച്ചു. ഇവരെ പ്രധാനമായും ഇവർക്കെതിരായി, ക്രൈസ്തവർക്കെതിരായി അവർക്കെതിരായി ഉപയോഗിച്ചിരുന്നത് ആയുധം, അവർക്കെതിരായി കുറ്റം ചാർത്തിയിരുന്നത് അവർ അവർ ദൈവമില്ലാത്തവരാണ്, ദൈവനിഷേധികളാണ്. കാരണം അവരുടെ സിസ്റ്റം അനുസരിച്ച് ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ദേവതമാരെയും ദേവിമാരെയും, റോമിലും ഗ്രീസിലുമുള്ള ദേവന്മാർ, അവരെ ആരാധിക്കുക, അവരുടെ അമ്പലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ ചക്രവർത്തിയെ ആരാധിക്കുക. ഇത് രണ്ടുപേരും ചെയ്യുവാൻ തയ്യാറില്ല. അപ്പോ അവരെ വിളിച്ചിരുന്നത് ദൈവനിഷേധികൾ, ഏത്തിയിസ്റ്റ്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്താ. അതുകൊണ്ടാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത്. ഇവിടെ അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് എഴുതിയിരുന്ന നിയമത്തിനെതിരായി അവർ പ്രവർത്തിക്കുന്നുവെന്നുള്ള ആ കാര്യം അവർ മനസ്സിലാവുന്നു. അതാണ് അവരെ പ്രത്യേകം ഓർപ്പിക്കുക. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. Every authority instituted among men. മനുഷ്യന്റെ നടത്തിപ്പിന് വേണ്ടി, മനുഷ്യന്റെ ജീവിതത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗാഡ്, അതിനെ അനുസരിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയും നമ്മുടെ അതത് സംസ്ഥാനങ്ങളിൽ ഉള്ള നമ്മുടെ മുഖ്യമന്ത്രിമാരെയും അമേരിക്കയിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും ഒക്കെ നാം അനുസരിക്കേണ്ടതാണ്, അവരുടെ നിയമങ്ങൾക്ക് അനുസരിക്കേണ്ടതാണ്. പക്ഷെ അതിനൊരു ക്ലാരിഫിക്കേഷൻ തുടർന്ന് വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Why Christians should obey every authority? എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഈ മനുഷ്യ അധിപതികളെ അനുസരിക്കേണ്ടത് എന്ന് നമുക്ക് ന്യായമായും ചോദിക്കാം. Because of the Lord. കർത്താവ് നിമിത്തം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? Therefore, submit yourselves to every ordinance of man for the Lord's sake. എന്തുകൊണ്ടാണ്? കാരണം കർത്താവ് ഇവരുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. He is the creator. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം
അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. ഒന്നാമത്തെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയതുമില്ല. അപ്പം ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്, വചനം, അവൻ ക്രിയേറ്ററാണ്. സകല മാനവ ഭരണകർത്താക്കളും ക്രിയേഷനാണ്, സൃഷ്ടിയാണ്. അവനാണ് സൃഷ്ടാവ്. അവൻ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികളാണ് ഈ സൃഷ്ടികളാണ് ഈ ഭരണകർത്താക്കൾ, ഈ രാജാക്കന്മാർ. ഇവിടെ വായിക്കുന്നു ഗവർണേഴ്സ്, അവരുടെ കീഴിലുള്ളവർ. അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അതുപോലെ തന്നെ ഗവർണേഴ്സും മുഖ്യമന്ത്രിമാരും ലോക്കൽ ഗവർണേഴ്സും എല്ലാം, അതായത് ഞാൻ അമേരിക്കയിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലോക്കൽ ഗവർണേഴ്സും സെനറ്റേഴ്സും എല്ലാം സൃഷ്ടികളും സൃഷ്ടാവായ ദൈവം യേശു ക്രിസ്തു ഇവരെല്ലാം അതത് സമയത്തേക്ക് വേണ്ടി ഇവരെ വായിച്ചിരിക്കുക. അതുകൊണ്ട് ഇവരെ അനുസരിക്കണം. ഫോർ ദി ലോർഡ്സ് സേക്ക് സബ്മിറ്റ് യുവർസെൽഫ് ടു എവറി ഓർഡിനൻസ്. ഇവർ പുറപ്പെടുവിക്കുന്ന ഓരോ ഓർഡിനൻസും കൽപ്പനകളും കർത്താവിൻ നിമിത്തം കീഴടങ്ങുന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇവർ കൊടുക്കുന്ന ഓർഡിനൻസ് എല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്, സൃഷ്ടാവായ ദൈവം അറിഞ്ഞുകൊണ്ടാണ് സകലതും ചെയ്യുന്നത്. പീഡിപ്പിക്കുവാൻ കൈ നീട്ടുമ്പോഴും നമ്മുടെ ആളുകളെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമ്പോഴും one thing we have to remember in our heart, they are doing everything based on the command of God. കർത്താവ് പറയാതെ, കർത്താവ് അറിയാതെ ഒന്നും തന്നെ നടക്കുന്നില്ല. Whether to the king as supreme എന്താ വായിക്കുക, Lord sake. കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അത് ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയും. ഞാനൊന്ന് എടുക്കട്ടെ. 1:16 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, അല്ലേ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അവൻ സകലത്തെയും ഉളവാക്കിയത് കൊണ്ട്, അവൻ സകലത്തെയും നിർമ്മിച്ചത് കൊണ്ട്, for Lord's sake, അവന്റെ നിമിത്തം, അവന്റെ നാമ നിമിത്തം നാം ഇവർക്ക് കീഴടങ്ങേണ്ടതാണ്. എന്നാൽ ഇതൊരു ഓർഡിനറി സിറ്റുവേഷനിലേക്കാണ് പത്രോസ് കൊടുത്തിരിക്കുന്നത്, നോർമലായിട്ട് പോകുമ്പോൾ. എന്നാൽ ചില നേരങ്ങളിൽ സൃഷ്ടാവായ ദൈവത്തിന് അതീതമായി ഇവർ ചില സമയങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും നമുക്ക് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എങ്ങനെ? പിന്നെ അവർ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിന് അശേഷം സംസാരിക്കരുത്, നിങ്ങൾക്ക് ചരിത്ര പശ്ചാത്തലം അറിയാം, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. ഈ എഴുതുന്ന പത്രോസ് തന്നെയാണ് അവിടെ പറയുന്നത്. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ യോഗ്യമോ എന്ന് വിധിപ്പി. ഇവിടെ ഇതേ അധികാരത്തിൽ ഇരിക്കുന്നവർ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇനി മിണ്ടരുത്. അപ്പൊ പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതുന്ന പത്രോസ് സകല മാനുഷിക നിയമങ്ങൾക്കും
കീഴടങ്ങുവീനെന്ന് പറയുന്ന ഈ പത്രോസ് കാണിച്ചത് എങ്ങനെയാ? 19 വാക്യം. അതിന് പത്രോസ് യോഹന്നാനും ദൈവത്തെക്കാൾ അധികം മനുഷ്യൻ നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. 5-ാം അധ്യായത്തിലും അത് തന്നെയാണ്. നമ്മൾ 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ 5-ാം അധ്യായം അതിന്റെ 5-ാം അധ്യായം 18 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നവരെ ദൈവം അതിനുശേഷം കാരാഗ്രഹത്തിൽ പിടിച്ചിടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പിടിച്ചിട്ടതിന് ശേഷം ദൈവം അവരെ വിടുവിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു പാഠം നമുക്ക് പഠിക്കുവാനുള്ളത് ഇതാണ്. ദൈവിക നിയമങ്ങൾക്ക് എതിരായി ഇവർ സംസാരിക്കുമ്പോൾ നമ്മൾ ഇവരുടെ വാക്കുകൾ കേൾക്കരുത്. മാത്രമല്ല, അങ്ങനെ കേട്ട ഏതെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടായാൽ, ഇവിടെ നമ്മൾ കാണുന്നത് അർദ്ധരാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നെന്നാ വായിക്കും. അപ്പം നമുക്ക് തുലനം ചെയ്യേണ്ടത് മാനുഷ്യ നിയമങ്ങൾ, ദൈവിക നിയമങ്ങൾ. നമ്മൾ എന്തുകൊണ്ട് മാനുഷ്യ നിയമം അനുസരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ നിമിത്തമാണ്. എന്നാൽ ചില സമയങ്ങളിൽ മാനുഷിക നിയമങ്ങൾ കർത്താവിന് സൂപ്പറായി, കർത്താവിനെ സൂപ്രസീഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിവേചിച്ച് വേദപുസ്തക പ്രകാരം നമ്മൾ അതിനെ മറികടക്കേണ്ടതാകുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം പറയും. അങ്ങനെയെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന പത്രോസിനെയും യോഹന്നാനെയും വിടുവിച്ചതുപോലെ ഒരു വിടുതൽ ഉണ്ടാകും നിശ്ചയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ എല്ലാ നിയമങ്ങളും അനുസരിക്കണം. എന്നാൽ കർത്താവിനെ അനുസരിക്കാത്ത നിയമങ്ങൾ വരുമ്പോൾ, നമ്മുടെ ആരാധനയെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മൾ ഡിസബീഡിയൻസിനൊന്നും പോകണ്ട. നമ്മളുടെ ആരാധന കണ്ടിട്ട് ഇത് തന്നെ ദാനിയേൽ ചെയ്തു. ദാനിയേൽ ഒന്നും ചെയ്തില്ല. പതിവ് പോലെ തന്റെ പ്രാർത്ഥന തുടർന്നു. തന്നെ പിടിച്ചു തന്നെ സിംഹക്കുഴിയിലിട്ടു അല്ലേ? അപ്പം ദൈവം അവരെ വിളിവെച്ചു. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഓർഡിനറി സിറ്റുവേഷൻസിൽ നമ്മൾ നിയമം നിശ്ചയമായി നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യം. കൊടുക്കേണ്ടത് ടാക്സ് കൊടുക്കണം. ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടവരെ ചെയ്യണം. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും നമ്മൾ രാജ്യത്തോട് നീതി പുലർത്തണം. എല്ലാ വിഷയങ്ങളും നീതി പുലർത്തണം. പല വിഷയമല്ല, എല്ലാ വിഷയത്തിലും നീതി പുലർത്തണം. വോട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ കടമ, സിവിൽ ഡ്യൂട്ടിയാണ്. എന്നാൽ ഈ പറയുന്ന സന്ദർഭങ്ങളിൽ 3-ാം അധ്യായം 14-ാം വാക്യം, 17-ാം വാക്യം, 4-ാം അധ്യായം 1-ാം വാക്യം, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, ഈ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. 3-ന്റെ-14 നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. നീതി നിമിത്തം കഷ്ടമനുസരിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യം, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുവാനുള്ള ഒരു ചലഞ്ച് ഇവിടെ വന്നേക്കുക. കർത്താവിനെ ആരാധിക്കുന്നതിലൊരു ചലഞ്ച്. നീറോ ആ കാലത്ത് തന്നെ ചക്രവർത്തി ആരാധന തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുവാൻ ഇവിടെ പത്രോസ് പറയുകയാണ്. അത് നിമിത്തം കഷ്ടതകൾ വന്നാലും നിങ്ങളെ ദൈവം വിടുവിക്കുമെന്നാണ് പത്രോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പം
4-ാം അധ്യായം 1-ാം വാക്യം, ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് ആ ഭാവവും നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുമെന്നാ പറയും. അപ്പം കഷ്ടത ഇത് തന്നെയാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ ഇനിയുള്ള തുടർന്നുള്ള ഭാവം കാണി. ക്രിസ്തു തന്നെ നമ്മളെ മാറുക. അപ്പൊ നമ്മൾ ഈ പഠിച്ചു വരുന്ന ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സകല മാനുഷിക നിയമത്തിലും കർത്താവിൻ നിമിത്തം കീഴടങ്ങുകയും, ബിക്കോസ് ഹി ഈസ് ദ ക്രിയേറ്റർ. ഇതെല്ലാം ക്രിയേഷനാണ്. അപ്പൊ കർത്താവ്, നമ്മൾ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ എന്റെ കർത്താവ് നിമിത്തം കീഴടങ്ങുകയും എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യം. എന്റെ 14-ാമത്തെ വാക്യം, ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടതെന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുകയും. അഡ്മിനിസ്ട്രേറ്റീവ് ആർഡർ, ആദ്യം ചക്രവർത്തി, പിന്നെ നാടുവാഴി, ഗവർണേഴ്സ്, അവർക്കും കീഴടങ്ങുകയും എന്നാണ് വായിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം ഉണ്ടാതാക്കണമെന്ന് എന്നത് ദൈവഹിതമാകുന്നു. നന്മ ചെയ്യുക, നന്മ ചെയ്തുകൊണ്ട് കീപ് ഓൺ ഡൂയിങ് ഗുഡ് തിങ്സ്. കാരണം അവരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്ന് അവിടെ പറയുക. ഇഗ്നറൻസ്, ഫൂളിഷ്മെൻ എന്നുള്ള അവരെ വിളിക്കുന്ന പേര് ബുദ്ധിയില്ലാത്ത മനുഷ്യർ. ഫൂളിഷ് എന്നാണ്, ഒബ്സ്റ്റിനേറ്റ് പീപ്പിൾ. അതിന്റെ അർത്ഥം stubbornly refusing to change. ഒരു തരത്തിലും ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ദുഷ്പ്രവർത്തിക്കാർ, ഒരു തരത്തിലും ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. They are so stubborn. അവരുടെ മുമ്പിൽ നാം എങ്ങനെ വർത്തിക്കണം? അതിങ്ങനെ കാണുന്നു, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് കീപ് ഓൺ ഡൂയിങ് ഗുഡ് തിങ്സ്. ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ മനുഷ്യരുടെ ഭോഷത്വം ഉണ്ടാതാക്കണമെന്ന് ദൈവം ഇഷ്ടമാകുന്നു. നമ്മളെക്കുറിച്ച് കളവ് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് ഇല്ലാ വചനങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ, കീപ് ഓൺ ഡൂയിങ് ഗുഡ് തിങ്സ്. നന്മ നമ്മൾ ചെയ്തുകൊണ്ട് നാം അതിനനുസരിച്ച് ജീവിപ്പാനായി കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. കീപ് ഓൺ ഡൂയിങ് ഗുഡ് തിങ്സ്. For this is the will of God, that by doing good you may put to silence the ignorance of foolish man. ഞാൻ പറഞ്ഞല്ലോ, ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ മൗഢ്യത്തെ അത് ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ നന്മ എന്ന ആ പ്രവൃത്തി ഓവർകം ചെയ്യണം. അത് നന്മ മുന്നോട്ട് നിൽക്കുമ്പോൾ ഇവരുടെ ഫൂളിഷ്നെസ് ഇല്ലാതെയാകും എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. As we free, yet not using liberty as a cloak for vice. നമ്മൾ സ്വാതന്ത്ര്യം തന്നവരാ. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നു. കാൽവരി ക്രൂശിൽ ദൈവം പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അതിനുശേഷം നമ്മളെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന പ്രസംഗങ്ങളും ഒക്കെ വളരെ അത്ഭുതകരമായ രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. വീണ്ടും ശാപം മുറിക്കുന്ന അനുഭവങ്ങൾ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ശിക്ഷാവിധിയുമില്ല ക്രിസ്തുവേശുവിലുള്ളവർക്ക്. അതിനുശേഷം പിന്മാറിപ്പോയിട്ട് എന്തെങ്കിലും വന്ന ശാപം കാണുമായിരിക്കും. അതിനെപ്പറ്റി പറയാനൊക്കത്തില്ല. അതിനെപ്പറ്റി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്മാറിപ്പോയവന് ഇതൊക്കെ വരാം. എന്നാൽ ക്രിസ്തുവേശുവിലുള്ളവന് ഒരു ശിക്ഷാവിധിയുമില്ല. ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവൻ തന്നു. അപ്പം ഒരു വിശ്വാസിക്ക് ശാപം മുറിക്കേണ്ട കാര്യമില്ല. അവൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. അവന്റെ സകല ചെയിനുകളും അവൻ മാറ്റിക്കളഞ്ഞു. അവൻ അതിനെ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്തോടുകൂടെ അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ സകല ശാപങ്ങളും മാറി ഒരുപാട് പൊസിഷൻ തന്നു എന്നാണ് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളത്. ശാപം മുറിക്കേണ്ട ശുശ്രൂഷ അല്ല, അതൊരു പൈശാചികമാണ് എന്ന് വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുക.
നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അനുതാപത്തോടെ കണ്ണുനീരോടെ ഏറ്റുപറയുകയും ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ കുറവുള്ളവരാണ്, പലപ്പോഴും പിന്മാറ്റമുള്ളവരാണ്. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവ് തെറ്റിപ്പോയി, ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ റെസ്റ്റോർ ചെയ്യുവാൻ കഴിയും. അല്ലാതെ ശാപം മുറിക്കുന്നതിന് ശുശ്രൂഷ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അത് തന്നെത്താൻ ഉണ്ടാക്കിയ ഏതോ ആളുകളുടെ ബുദ്ധിയിൽ വന്ന ഉപദേശങ്ങളാണ്. നിങ്ങൾ അംഗീകരിക്കുവാൻ പാടില്ല എന്നുള്ള വിവരം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുക. നമ്മളെ സ്വതന്ത്രരാക്കി, സ്വാതന്ത്ര്യത്തിനായി നമ്മളെ സ്വതന്ത്രരാക്കി. അതിങ്ങനെ കാണുന്നു. For this is the will of God, that doing good and put silence to ignorance of foolish. അതുമായിട്ട് ശേഷം as free yet not using liberty, തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യരുത്. ക്ലോക്ക് ഫോർ വൈസ്, ദുഷ്ടതയ്ക്ക് പറയുന്നത് ആ ഉടുപ്പ് നമ്മള് ദുഷ്ടകാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുവാൻ പാടില്ല എന്നാണ് നമ്മളിവിടെ പാടുവാൻ കഴിയുന്നത്. As free yet not using liberty as the clock for wise, but as bond servant. ഒരു ബോണ്ട് സെർവന്റ്, കൂറുള്ള ഒരു ദാസനായി മാറുക. പ്രിയമുള്ള എല്ലാ സഹോദരങ്ങളെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ കൂറുള്ള ദൈവദാസന്മാരാണ്, കൂറുള്ള കർത്താവിന്റെ ശിഷ്യന്മാരാകണം. ബോണ്ട് സെർവൻസ്. പഴയ നിയമകാലത്ത് ബോണ്ട് സ്ലേവ്സിനെ കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. കാത് കഴിക്കുന്ന ആ സമ്പ്രദായമൊക്കെ കാണുന്നുണ്ട്. ആയുസ് പര്യന്തം യജമാനനെ വിട്ടുപോകാത്ത രീതിയിൽ അത്ര ആഴമേറിയ ബന്ധം കൊടുക്കുകയാണ്. പ്രിയമുള്ള എന്റെ സഹോദരങ്ങളെ, ഇവിടെ അതാ പറയുന്നത്, പത്രോസ് പറയുന്നത്, ബോണ്ട് സെർവൻസിന് സ്വാതന്ത്ര്യമുണ്ട്. അത് ദുഷ്ടതയ്ക്ക് മറവാക്കരുത് എന്ന് പത്രോസ് അപ്പോസ്തലനിലൂടെ സൂചിപ്പിക്കുക. അതിനുശേഷം താൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓണർ ഓൾ മെൻ, എല്ലാവരെയും ബഹുമാനിപ്പി. പ്രായോഗിക ജീവിതത്തിൽ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. സഹോദരവർഗം, രണ്ടാമത്തെ കാര്യം സഹോദരവർഗത്തെ സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യം ദൈവത്തെ ഭയപ്പെടണം. നാലാമത്തെ കാര്യം രാജാവിനെ ബഹുമാനിക്കണം. അതിവിടെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആസ് എ ക്രിസ്ത്യൻ we should honor all men. എല്ലാ മനുഷ്യരെയും നമ്മൾ ബഹുമാനിക്കണം. ഷോ പ്രോപ്പർ റെസ്പെക്ട് എന്നാണ് അതിനെ പറ്റി പറയുന്നത്. എവ്രി വൺ റെക്കഗ്നൈസ് ഓഫ് ദ വാല്യൂ ഓഫ് ഈച്ച് മെൻ ഇൻ ഹിസ് പ്ലേസ്. സമൂഹത്തിലെ നിസ്സാരന്മാരെന്ന് നമുക്ക് പലർക്കും തോന്നുന്ന ആളുകൾക്ക് പോലും അവർക്ക് വിലയുണ്ട്. ഒരു വിശ്വാസി അവരെ ബഹുമാനിക്കണം. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുവാൻ വരുന്ന ആളുകളോട് നമ്മള് ഡിസ്റെസ്പെക്റ്റ് ആയി സംസാരിക്കാൻ പാടില്ല. അവരെ ബഹുമാനിക്കണം. അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവരെയും നാം ബഹുമാനിക്കണം. പ്രോപ്പർ റെസ്പെക്ട് ടു എവ്രി വൺ. അത് ദൈവത്തിന്റെ ഹിതമാണ്. അതാ പറയുന്നത്. എന്താ പറയുന്നത്? ഓൾ മെൻ, ഓൾ പീപ്പിൾ, സകല മനുഷ്യരെയും എല്ലാവരെയും ബഹുമാനിപ്പി. അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനിക്കണം. ബിക്കോസ് രാജാവിനെ സൃഷ്ടിച്ച ക്രിയേറ്റർ അവർ തന്നെയാണ് ഈ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. അപ്പൊ നമുക്കുള്ള പല ആറ്റിറ്റ്യൂഡുകളും ഇന്ന് ഈ സമയത്ത് ഇത് കേൾക്കുമ്പോൾ മാറിപ്പോകണം. ഉന്നതാധികാരികളെ മാത്രമല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, അതിന്റെ അവസാനത്തെ വേർഡ് രാജാവിനെ ബഹുമാനിപ്പിക്കുന്ന എല്ലാവരെയും ബഹുമാനിപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പ ചെറുപ്പം കൂടാതെ
എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ളൊരു കണ്ണ് എനിക്കുണ്ടാകണം. പ്രത്യേകിച്ച് ദൈവസഭയിൽ പണക്കാരനെയും സാധുവിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും, അതായത് ലേബർ പണി ചെയ്യുന്നവരെയും ഒരുമിച്ച് അവർ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മളുള്ള കൂട്ടായ്മകളിൽ വേർ വ്യത്യാസം കാണുവാൻ പാടില്ല. എല്ലാവരെയും ബഹുമാനിക്കണം. അതുപോലെ തന്നെ പുറത്തുള്ളവരെയും ബഹുമാനിക്കണം. ഇതാണ് നല്ല പ്രവൃത്തി. രണ്ടാമത്തെ കാര്യം, അത് കാരണം ഇവർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവ് ക്രിസ്തു മാത്രം. രാജാവിനെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ യേശു ക്രിസ്തുവിന്റെ സൃഷ്ടിയാണ്. യോഹന്നാന്റെ ലേഖനം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തേത് ലവ് ബ്രദർഹുഡ്. സഹോദരന്മാരെ സേവിക്കണം, സ്നേഹിക്കണം. സ്പെഷ്യൽ ലവ് ബിക്കോസ് ദേ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. സ്വന്തം രക്തം കൊണ്ട് അവൻ സമ്പാദിച്ചതാണ് ഈ സഭ. സഹോദര ബന്ധമാണ്, രക്തബന്ധമാണ്. സ്നേഹമുണ്ടായിരിക്കണം. ദൈവസഭ സ്നേഹമുള്ളതായിരിക്കണം. ദൈവസഭ സ്നേഹത്തിൽ മുന്നേറണം. ഓരോ ദിവസവും അന്യോന്യം മുന്നേറണം. ആരുടെയെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാകണം. ശരീരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കയ്യിൽ മുറിവുണ്ടായാൽ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും വേദന അനുഭവിക്കുന്നത് പോലെ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ സമയാം ശരീരം വേദന അനുഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ സ്നേഹത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. അടുത്തത് ഫിയർ ഗാഡ്. ഫിയർ ഗാഡ്. ദൈവത്തെ ഭയപ്പെടുവിൻ. നമ്മുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സഭയ്ക്കുള്ളിലാകട്ടെ സഭയ്ക്ക് വെളിയിലുള്ള അവസ്ഥയായിക്കോട്ടെ, ദൈവത്തെക്കുറിച്ച് ഭയം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തും ഏതും പറയുന്ന സ്ഥലമല്ല ദൈവസഭ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഭക്തിയുള്ള ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തെ ഭയപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഫിയർ ഗാഡ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും. നമുക്ക് ദൈവത്തെ ഭയപ്പെടണം. എന്തിനാണെന്ന് അറിയാമോ? അവിടെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നത്. 10-ന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. അപ്പോൾ ദൈവത്തെ ഭയപ്പെടണം. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. ഒബേ ഗോഡ്. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ഭയപ്പെടുക. നമ്മൾ മത്തായി അപ്പോസ്തല പ്രവൃത്തി 5-ന്റെ 29 നമ്മൾ കണ്ടു. മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് പാടില്ല. ഞാൻ എന്റെ വാക്കുകളോട് ചുരുക്കട്ടെ. ലവ് ബ്രദർഹുഡ്, ഫിയർ ഗാഡ്, ഓണർ കിങ്. വീണ്ടും പറയുക, രാജാവിനെ ബഹുമാനിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളോട് ചുരുക്കുക. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുകയും ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തനും മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവരെന്ന് വെച്ച നാടുവാഴികൾക്ക് കീഴടങ്ങുകയും. ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ കീഴടക്കുകയല്ല, സബ്മിസീവ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ തലകളെ ഉടക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സമയത്ത് തന്ന നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങള് സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുമ്പോഴും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിക്കുമ്പോഴും പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടതിന് ഈ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇത് കണ്ടത് ഞങ്ങളുടെ ജീവിതം ഗവൺമെന്റും
അതുപോലെ തന്നെ ലോക അധികാരികളുടെയും കർത്താവെ മുൻപിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള പാഠമാണ് ഞങ്ങളിത് പഠിച്ചത്. കർത്താവെ, ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, നീ തന്നെ സൃഷ്ടാവ്. നീ ആക്കി വെച്ചിട്ടല്ലാത്ത ഒരു അധികാരവും ഇന്ന് ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കുവാൻ, കർത്താവിനെ ഭയപ്പെടുവാൻ, സഹോദരന്മാരെ സ്നേഹിക്കുവാൻ, ഞങ്ങൾ കർത്താവ് നല്ല ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി മാറുവാനിടയാക്കി മാറട്ടെ. നല്ല അവസരത്തെ ഒത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.